ദുഃഖകരമായ രഹസ്യങ്ങൾ. ക്രിസ്തുവിൻ്റെ ദുഃഖകരമായ രഹസ്യങ്ങൾക്ക് സുവിശേഷങ്ങൾ വളരെ പ്രാധാന്യം നൽകുന്നു. ആദിമകാലം മുതൽ ക്രൈസ്തവ ഭക്തി, പ്രത്യേകിച്ച് വലിയ നോമ്പുകാലത്തെ സ്ലീവാപാത എന്ന ഭക്തിമുറ, പീഡാനുഭവത്തിൻ്റെ ഓരോ നിമിഷത്തെയും കേന്ദ്രീകരിച്ചിരിക്കുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള വെളിപാടിൻ്റെ പാരമ്യവും നമ്മുടെ രക്ഷയുടെ ഉറവിടവും അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കൊന്ത നമസ്കാരം പീഡാനുഭവത്തിൽ നിന്ന് ചില നിമിഷങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അവയെപ്പറ്റി ഹൃദയത്തിൽ ധ്യാനിക്കാനും അവയനുസരിച്ച് ജീവിക്കാനും വിശ്വാസികളെ ക്ഷണിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു. ധ്യാനങ്ങളുടെ പരമ്പര ഗത്സമനയിൽ നിന്ന് തുടങ്ങുന്നു. അവിടെ പിതാവിൻ്റെ ഇഷ്ടത്തിനു മുമ്പിൽ ക്രിസ്തു തീവ്രവേദനയുടെ നിമിഷം അനുഭവിക്കുന്നു. പിതൃഹിതത്തെ എതിർക്കാൻ ശരീരത്തിൻ്റെ ദുർബലത പ്രലോഭിപ്പിക്കപ്പെടുന്നു. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, ലൂക്ക 22 42 എന്ന് പിതാവിനോട് പറയാൻ യേശു മനുഷ്യവംശത്തിൻ്റെ സകല പ്രലോഭനങ്ങളെയും കണ്ടുമുട്ടുകയും സകല പാപങ്ങളെയും നേരിടുകയും ചെയ്യുന്നു. ക്രിസ്തു പറയുന്ന ഈ അതേ നമ്മുടെ ആദിമാതാപിതാക്കൾ ഏദേൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞ അല്ലയെ റദ്ദാക്കുന്നു. പിതൃഹിതത്തോടുള്ള ഈ വിശ്വസ്തതയ്ക്ക് നൽകുന്ന വില തുടർന്നു വരുന്ന രഹസ്യങ്ങളിൽ വ്യക്തമാക്കുന്നു. അടികളേൽക്കൽ, മുൾക്കിരീടധാരണം, കുരിശു ചുമക്കൽ, കുരിശുമരണം എന്നിവയിലൂടെ കർത്താവ് ഏറ്റവും നിന്ദ്യമായ സഹനത്തിലേക്ക് എറിയപ്പെടുന്നു. ഇതാ മനുഷ്യൻ. നിന്ദ്യമായ ഈ സഹനം ദൈവസ്നേഹത്തെ മാത്രമല്ല, മനുഷ്യൻ്റെ തന്നെ അർത്ഥത്തെയും വെളിവാക്കുന്നു. ഇതാ മനുഷ്യൻ. മനുഷ്യൻ്റെ അർത്ഥവും ഉൽപ്പത്തിയും പൂർണ്ണതയും ക്രിസ്തുവിലാണ് കണ്ടെത്തേണ്ടത്. മരണം വരെ, കുരിശുമരണം വരെ പോലും സ്നേഹം മൂലം തന്നെ താഴ്ത്തിയ ദൈവത്തിലാണ് കണ്ടെത്തേണ്ടത്. യേശുവിൻ്റെ മരണത്തെ ജീവിതത്തിൽ പകർത്താനും മറിയത്തിനടുത്ത് കുരിശിൻ ചുവട്ടിൽ നിൽക്കാനും മനുഷ്യനോട് ദൈവത്തിനുള്ള സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവളോട് ഇറങ്ങിച്ചെല്ലാനും അതിൻ്റെ സകല ജീവദായക ശക്തിയും അനുഭവിക്കാനും വിശ്വാസിയെ സഹായിക്കുന്നു.